മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇത് കാന്താരിയാണ്. നിങ്ങൾക്കറിയാം, കാന്താരി നമുക്കെല്ലാം സുപരിതമാണ്. കാന്താരി നമ്മുടെ നിത്യ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറിയാണ് കാന്താരി. ഇന്ന് ദിനചര്യ രോഗങ്ങളെന്ന പേരിൽ അറിയപ്പെടുന്ന ഒട്ടനവധി രോഗങ്ങൾ ഇല്ലാതാവാൻ, അത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ആശ്രയിക്കാവുന്ന ഒരു പച്ചക്കറിയാണ് കാന്താരി. അപ്പം ഇന്ന് കാന്താരിക്ക് വലിയ ഡിമാൻഡാണ് ഉള്ളത്. പട്ടണങ്ങളിൽ നല്ല വില കിട്ടും, നല്ല വില. ഒരു കിലോയ്ക്ക് 2000 രൂപ വരെ വിലയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ അത്രയൊന്നും പ്രിയമില്ല എന്നുള്ളതും സത്യമാണ്. ഇത് എവിടെ വേണമെങ്കിലും നമുക്കിത് കൃഷി ചെയ്യാം. റബ്ബറിൻ്റെ ഇടയിൽ വരെ, റബ്ബറിൻ തോട്ടത്തിൽ ഇടവളയായി വരെയും നമുക്കിത് കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പം ഈ കാന്താരി കൊണ്ട് നിരവധി കറികൾ ഉണ്ടാക്കാം, അച്ചാറുകൾ, അതുപോലെ തന്നെ ചില ആയുർവേദ മരുന്നുകൾ, ഇതെല്ലാം കാന്താരി കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏത് കറിക്കകത്തും നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് കാന്താരി. അപ്പോൾ ഇത് ഇപ്പം സ്ഥലവിസ്തൃതി കുറഞ്ഞ ഒരു വീട്ടിൽ ഇത് കൃഷിയായിട്ട് നടത്താനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ചട്ടിയിൽ ഈ കാന്താരി നട്ടുപിടിപ്പിച്ച് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വിധവും അങ്ങനെ രോഗങ്ങൾ ചെറുക്കാൻ കഴിയുന്ന ഒരു രീതിയുമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസയോഗ്യമായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിൻ്റെ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയും, ഈ കൊഴുപ്പിനെ നിർവീര്യമാക്കാൻ, കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ ഏറ്റവും നല്ല ഒരു ഔഷധമാണ് ഈ കാന്താരി എന്ന് പറഞ്ഞാൽ. അവൻ രോഗപ്രതിരോധ ശേഷി വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് രോഗകീടബാധകളൊന്നും തന്നെ ഇതിന് ഉണ്ടാവാറില്ല. ഇതിനാകെ ഉണ്ടാകുന്ന ഈ ഇലയുടെ അടിഭാഗത്ത് വെള്ളീച്ച വന്ന് പറ്റിക്കൂടും. അങ്ങനെ വെള്ളീച്ച വന്ന് പറ്റിക്കൂടുവാണെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് അതിനെ നശിപ്പിച്ച് കളയാം. നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഉടനെ ആ വെള്ളം ഇതിൻ്റെ അടിഭാഗത്തു കൂടി തെറിപ്പിച്ച് ഒഴിച്ചാൽ ആ വെള്ളീച്ച അങ്ങ് മാറും. പിന്നെ വളമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വളമൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ചട്ടിയിലൊക്കെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ വളം കൊടുക്കണം. ഇവിടെ നമ്മൾ ചട്ടിയിൽ വളർത്തുന്നുണ്ടെങ്കിൽ ഞാൻ പിണ്ണാക്ക് വളങ്ങൾ വെല്ലുവിളിയും മാത്രമാണ് ഇടുന്നത്. പിന്നെ കാലിവളങ്ങൾ എന്ന് വെച്ചാൽ ചാണകം, അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടം, ഇതൊക്കെ നല്ലതാണ്. ചാമ്പൽ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മുരടിപ്പ് വന്ന രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചാമ്പലിന്. പിന്നെ മറ്റൊന്ന് സംഗതി വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം, നമ്മൾ തലേ ദിവസത്തെ കഞ്ഞി വെച്ച ആ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം അതിൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്ത് ഇലയിലും ചുവട്ടിലും തളിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ല ഒരു വളം കൂടിയാണ്. പിന്നെ നമുക്കുണ്ടാവുന്നത്, ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു 100 മൂട് റബ്ബർ തോട്ടത്തിൽ ഇടയിൽ പിടിപ്പിക്കാമെങ്കിൽ, കൃഷി ചെയ്യാമെങ്കിൽ നല്ലൊരു വരുമാനം ഒരു മാസത്തിൽ 2 തവണ വീതം ഉണ്ടാവും. ഇത് പറിച്ചെടുക്കാനാണ് പ്രയാസം. അത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കത്രിക സംഘടിപ്പിച്ച് ഒരു ചെറിയ പ്ലേറ്റോ വല്ലം വെച്ചിട്ട് കട്ട് ചെയ്ത് മുറിച്ചെടുക്കുന്നതാണ് ഇതിനെ പറിക്കാൻ നല്ല സംഗതി. അപ്പോൾ എന്തായാലും ഒരെണ്ണം നമ്മുടെ വീട്ടിൽ നമ്മൾ വച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാന്താരി ഉൽപ്പാദിപ്പിക്കാം. ഇത് ചമ്മന്തിയായിട്ട് വെളുത്തുള്ളിയും ഈ കാന്താരിയും കൂടെ ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ലൊരു കീടനാശിനി കൂടിയാണ്. ഈ കാന്താരി പറിച്ചെടുത്ത് അതരച്ച് അത് ലായനിയാക്കി അതിനോടൊപ്പം വെളുത്തുള്ളിയുടെ നീരും കച്ചോലത്തിൻ്റെ നീരോടെ ചേർത്ത് ഏത് പച്ചക്കറിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒറ്റ കീടങ്ങളും വന്ന് അടുക്കത്തില്ല. അത് നല്ലതാണ്. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈ കാന്താരി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാന്താരി ചട്ടിയിൽ നട്ടുപിടിപ്പിച്ച് നോക്കാം. ഇതിപ്പോൾ ചട്ടിയിൽ നട്ടുപിടിപ്പിച്ച് ഇത് കിളിച്ച് കായ്ഫലം ഒക്കെ ആയതാണ്. ഇത് ഒരു തൈയാണ്. അപ്പോൾ ഇതിന് തൈ ശേഖരിക്കാൻ ഒരു പാടുമില്ല. അപ്പോൾ ഇത് നമ്മൾ വളർന്നു കഴിഞ്ഞ് കായകൾ ഇഷ്ടം പോലായി, കാന്താരി വളം ഇഷ്ടം പോലെ ആകുന്നുണ്ടെങ്കിൽ ഇത് പഴുക്കുന്നുണ്ടെങ്കിൽ ഇത് പക്ഷികളൊക്കെ വന്ന് ഭക്ഷിക്കുകയും അങ്ങനെ കാഷ്ടത്തിലൂടെ ഇത് വിത്തുരണം നടക്കുകയും ചെയ്യും. അതാണ് നമ്മൾ വഴിയിലൂടെയൊക്കെ പോകുന്ന അവിടെയൊക്കെ കാന്താരി ഇങ്ങനെ കിളിച്ച് കായ്ഫലമായി നിൽക്കുന്നത്. റബ്ബർ തോട്ടത്തിലും കുറ്റിക്കാട്ടിലുമൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ വേണേൽ പിഴുതെടുക്കാം. അതല്ലെങ്കിൽ ഇതുള്ള ആൾക്കാരുടെ വീട്ടിൽ നിന്ന് ഇതേപോലെ പഴുത്ത 2-3 കാന്താരി വാങ്ങിച്ച് അത് ഒരു പേപ്പറിലൊന്ന് ഉരയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അരി ആ പേപ്പറിൽ വരും. അത് ഒന്ന് ഉണക്കി 2 ദിവസം ഒന്ന് ഉണക്കിയതിന് ശേഷം നമുക്ക് പാവി കിളിപ്പിച്ച് ഇത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. എന്തായാലും വരുമാനത്തിനായിട്ടോ ഔഷധത്തിനായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിളയാണ് ഈ കാന്താരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചട്ടിയിൽ നടന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടിയിൽ നടന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ നല്ല ഹോളുള്ള, നല്ല ദ്വാരമുള്ള ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഏത് സസ്യം ചട്ടിയിലും ചാക്കിലൊക്കെ ഇടുമ്പോഴും അതിലൊഴിക്കുന്ന വെള്ളം വെളിയിൽ പോകേണ്ടത് ആവശ്യമാണ്. ആ ഹോളിൽ നമുക്ക് ഇതുപോലെ സാധാരണ കല്ല് പറക്കി ഈ ദ്വാരത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം പൂർണ്ണമായിട്ടും ഒഴുകിപ്പാൻ ഇത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ വെള്ളം അവിടെ കെട്ടി നിൽക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇത് വേരുകളൊക്കെ അഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് കരിയില ഇട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ വേര് മണ്ണ് സെറ്റായി പോകാൻ, മണ്ണ് കട്ട പിടിക്കാതിരിക്കാൻ കരിയില വളരെയധികം അത്യാവശ്യമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. പിന്നീട് നമ്മൾ കുറച്ച് മണ്ണ്, ഒരല്പം മണ്ണ്
ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അല്പം മണ്ണ്, കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ചട്ടിയിലാണ് നമ്മൾ നടുന്നത്, അതുകൊണ്ട് തന്നെ ഏതൊരു സസ്യത്തിനും അല്പം വളം കൊടുക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇതിന് ജലം കുറച്ച് മതി എങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ മണ്ണകത്ത് എല്ലുപൊടി ഇട്ടു. എല്ലുപൊടി ഇട്ടു. പിന്നെ നമ്മൾ കടലപ്പിണ്ണാക്ക് ഇട്ടു. പിന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു. ഈ 3 വളം കൂടി ഈ മണ്ണിൽ ഇട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ മണ്ണിനകത്ത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി മിശ്രിതമാക്കുന്നുണ്ട്. അതിനുശേഷം ഈ കാന്താരി നമ്മൾ ഈ ചട്ടിക്കകത്തോട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഈ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചട്ടിയിലും ചാക്കിലും ഒക്കെ നമ്മൾ തൈകളുമൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ടേ, വിളകളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ടേ, മണ്ണ് കുറച്ച് മതി. മണ്ണിന് പകരം നമ്മൾ കൂടുതൽ കരിയില ഇട്ട് കൊടുക്കണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണ് സെറ്റാവത്തില്ല. മറ്റൊന്ന്, ഈ കരിയില എന്ന് പറയുമ്പോൾ ഇത് അഴുകും. കരിയില അഴുകി നല്ല വളമായി പാവിൽ ഇത് വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചെടിച്ചട്ടിക്കൊന്നും വലിയ ഭാരവും കാണത്തില്ല. ഈ രീതിയാണ് നമ്മൾ തുടങ്ങേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. 2-3 ദിവസം മഴ പെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറേശ്ശെ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന വളം കൂടെ മണ്ണിൽ ലയിക്കുന്ന വളവും കൂടി അത് അങ്ങ് ഭൂമിയിലോട്ട് പോകും. അതുകൊണ്ട് കുറേശ്ശെ വളം ഇട്ട് കൊടുക്കാൻ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മൂട് കാന്താരി ഒരു വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. ഏത് കറിക്കും നമുക്ക് ഇത് 1-2 എണ്ണം ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല എരിവ് കിട്ടും. ഒപ്പം ഈ എരിവിനകത്ത് ഒട്ടനവധി വിറ്റാമിൻസുകൾ, പോഷക ഘടകങ്ങളുണ്ട്. നമ്മുടെ മിക്കവാറുമുള്ള രോഗങ്ങളെല്ലാം വളം ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ കുറേശ്ശെ വെള്ളം, അതായത് ഈ കരിയിലയും ഇതിൻ്റെ മണ്ണ് മാത്രം നനയത്തക്ക രീതിയിൽ കുറേശ്ശെ വെള്ളമേ നമ്മൾ ഇട്ട് കൊടുക്കാവൂ. പിന്നെ കഠിനമായ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ കഴിയുന്നതും വളപ്രയോഗം നടത്താതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് കാന്താരി നട്ടു വളർത്താൻ സാധിക്കും. കാരണം ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒപ്പം നമുക്ക് ഒട്ടനവധി ഗുണങ്ങളാണ് നമ്മുടെ ചെടിത്തോട്ടമായിട്ട് മാറ്റം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന സന്ദർശകർക്ക് ഒരു കൗതുകമായിരിക്കും. ഒപ്പം നമുക്കൊരു ആദായമായിരിക്കും, നമുക്കൊരു വ്യായാമമായിരിക്കും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുടെ നേട്ടമുണ്ട്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കാണുന്നതിനും ആ അറിവ് ശേഖരിക്കുന്നതിനും ഈ അറിവ് സമാന ചിന്താഗതിയുള്ള മറ്റുള്ളവരിൽ എത്തിക്കുന്നതിനും ഒക്കെ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്രിയമുള്ളവരെ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോകൾ ആരംഭത്തിലേ വന്ന് കാണുകയും വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തനകളിൽ നിന്ന് നടത്തിയെടുത്ത 1000 നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.